കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. എല്ലാവരും കരങ്ങൾ വെച്ച് സ്തോത്രം ചെയ്താട്ടെ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ പ്രൈസ് ദി ലോർഡ്. ശബ്ദം പോരല്ലോ എന്ന് ഒന്നുകൂടെ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കുമളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ചക്കോട് പ്രോസി ദൈവസഭയുടെ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും സാക്ഷികൾ പ്രസ്താവിപ്പാനും സങ്കീർത്തനം ശ്രമിപ്പാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസഭയിലായിരിക്കാം. കർത്താവിന്റെ വചനം നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ജോൺസൺ ചാക്കോ അവറുകൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ സഭയിൽ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പല സ്ഥലങ്ങളില് പരസ്യയോഗമായി കർത്താവിന്റെ ദാസൻ ടീമായിട്ടും നമുക്ക് സഭയായിട്ടും പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ ആദരവോടെ ബഹുമാനത്തോടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം. ഈ അസുലഭമായ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രത്യേക ആരാധനാ ദിവസം ഇവിടെ ആയിരിക്കാൻ ദൈവം തന്ന അവസരം വളരെ വലുതായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഒരു ഭക്തന്റെ, ഒരു ദൈവവൈദ്യന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ ദിവസം, സമയം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. അല്പം കൂടി തെളിച്ചു പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും കാതലായ, ഒരു അനുഗ്രഹീതമായ ദിവസം, ഒരു സുദിനം എന്ന് പറയാൻ കഴിയും. ഈ നല്ല ദിവസം ദൈവം നമുക്ക് തന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ ആരാധനയിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരുടെ മുഖവും എല്ലാം എപ്പോഴും ഒന്നും സന്തോഷമല്ല. ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടവരെ പോലെയൊക്കെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ സന്തോഷമാണെങ്കിലും നമുക്ക് ഈ ആരാധനയിൽ ഈ ചിരിക്കാനൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ചിരിപ്പിക്കുന്ന ഭാഷമാർ ധാരാളമുണ്ട്. ഈ ആരാധനയാണെന്ന് പറഞ്ഞാലും ഒത്തിരി ചിരിപ്പിക്കുന്നത്. സത്യത്തിൽ ആരാധന ചിരിക്കാനല്ല നമുക്കുള്ളത്, ആരാധന ഓർക്കാനാണ്. അപ്പൊ നമുക്ക് ആരാധന ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആളുകൾ നോക്കുന്നത്. പക്ഷേ ആരാധന നമുക്ക് ചിരിക്കാനല്ല ഉള്ളത്, ആരാധന ഓർക്കാനാണ്. ആരാധന എന്താ ഓർക്കേണ്ടത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാവിലെ ഇങ്ങനെ വന്നതിന്റെ കാരണം, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കുടുംബം പോലെ തന്നെ കരുതിയ ഒരു മനുഷ്യനാണ് സുരേന്ദ്രൻ ചേട്ടൻ. കുഞ്ഞുമണി എന്ന് പറയും. അദ്ദേഹം അങ്ങനെ അവരുടെ വീട്ടിൽ വിളിച്ചു. സുരേന്ദ്രൻ 61 വയസ്സുണ്ട്. അളിയനൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അളിയനൊക്കെ ഇവരോട് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. വീട്ടിൽ ചെന്നപ്പോൾ ഫോൺ ചെന്നു കഴിച്ചു. നമ്മുടെ വീടിന്റെ വാതിക്കെ വന്ന് ചുമക്കുകയൊക്കെ ചെയ്തു. അമ്മച്ചി ചോദിച്ചു എന്താന്ന് പറഞ്ഞാൽ അമ്മച്ചിയും കൂടെ ചേർന്നാണ് പിടിച്ച് റോഡിലോട് കൊണ്ടുപോയത്. പോകുന്ന വഴിക്കാൻ മനുഷ്യൻ മരിച്ചു. ആകസ്മികമായ ഒരു മരണമായിരുന്നു. നമ്മുടെ കുടുംബത്തിന് ഇപ്പം അളിയനെ അറിയാം. അളിയൻ അവിടെ വരുന്ന കാലം മുതലുള്ള വീടാണ്. മാത്രമല്ല അവിടെ വന്നതിന് ശേഷം അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. അവർ നമ്മുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ഭയങ്കര ഒരു ബന്ധമുണ്ടാകും. അവര് ഹിന്ദു ആണെങ്കിലും നല്ല ബന്ധം. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം വരികയും പോവുകയും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കൊച്ചിനോട് പറയാറില്ല. കൊച്ചെന്ന് പറഞ്ഞാൽ പെങ്ങളെ കൊച്ചെന്ന് പറയും. 2 പേര് പെട്ടെന്ന് അങ്ങനെ വായി വരത്തുള്ളൂ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അച്ചാച്ചി ഒത്തിരി പ്രാവശ്യം സുവിശേഷം വന്നിട്ടുള്ള ഈ മനുഷ്യരോട് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരികയും ചെയ്തു. പിന്നെ ഇപ്പം അമ്മച്ചി ഒറ്റയ്ക്കുള്ളപ്പോൾ അമ്മച്ചിക്ക് ഒരു സഹായം, അച്ചാച്ചി അവർ 2 പേരുള്ളപ്പോൾ സഹായം. ഞങ്ങൾ അച്ചാച്ചി അമ്മച്ചി എന്ന് വിളിക്കുന്നത് തന്നെയാണ് അവരും ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വിളിക്കുക. അച്ചാച്ചിനെ വിളിക്കുന്നുള്ളൂ, അമ്മച്ചിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നമ്മളൊരു വരാതിരുന്നാൽ ശരിയാകത്തില്ല. കാരണം ഫാദറിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടും അവരാരും ഒത്തിരി മുമ്പിൽ നിന്ന് അവർ വീട്ടുകാരാണ്. അപ്പൊ ഞങ്ങള് നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നു. അളിയിലും ഇന്ന് പറഞ്ഞ പോലെ അവിടെയും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പോകണം എന്നുള്ളത് കൊണ്ടാണ് വന്നത്. ആരാധന മുടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന്
ആരാധന കൂടി എന്ന് പോകാം എന്നുള്ള വിചാരത്തിലാണ് വന്നത്. അത് നമുക്ക് ഇരുവർക്കും സന്തോഷമാണ്. നിങ്ങൾക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷമാണോ? ആയിക്കോട്ടെ. ബെന്നി പാസ്റ്റർ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമോസ്തോത്രം കൊടുക്കുന്നു. നിങ്ങൾ മാതാവ് എല്ലാവരെയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ തന്ന അവസരം വളരെ വലുതായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസഭയിലേക്ക് കടന്നു വരാം. ഒത്തിരി സമയം ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വളരെ വേഗത്തിൽ ഒന്നുകൂടി ചിന്തകൾ പറഞ്ഞ് ഞാൻ കർത്താവിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ എല്ലാവരും കണ്ണുകൾ അടയ്ക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഈ ആലയം നിറയും എന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈ താൽക്കവലയോഹങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഒരു ദൈവ പ്രവൃത്തിയാണ് ചിലരൊക്കെ റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. എന്റെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറയാം. ഒരു ദൈവ പ്രവൃത്തിയുടെ സമയത്തേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. വലിയൊരു ദൈവ പ്രവൃത്തി, ഒരു മനുഷ്യന് തടയാൻ കഴിയാത്തതുപോലെയുള്ള ദൈവപ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ, ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അതെന്റെ ജീവിതത്തിന് അനുഗ്രഹമാകുമെന്ന്, എന്റെ കുടുംബത്തിന് എന്തുതരാകുമെന്ന്, എന്റെ തലമുറയ്ക്ക് എന്തുതരാകുമെന്ന്, ഈ ദേശത്തിന് അത്ഭുതകരമായി അത് കത്തി പടരുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഞങ്ങളുടെ കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, മനോഹരമായ നല്ല ആരാധന ദിവസം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഭൂലോകത്തിന്റെ 5 വൻകരകളിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ അങ്ങേ ആരാധിക്കുന്ന ഈ സുദിനം ഞങ്ങൾക്കും ഈ കുമിളിയുടെ ദേശത്ത് ഈ ചെറിയ ഗ്രാമത്തിൽ ഇരുന്ന് ജീവനുള്ള ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്ന അവസരത്തിനായിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. വചനത്തിന്റെ വാതിലുകൾ തുറക്കണമേ. വരുന്ന ആഴ്ചയിൽ ജീവിപ്പാൻ ആവശ്യമേറിയ ആത്മീയ ദൂത് വചനം നൽകി ഞങ്ങളെ അയക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഏത് പുസ്തകം നമുക്ക് എടുക്കാം? മത്തായിയുടെ സുവിശേഷം. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മാത്രം നമുക്ക് വായിക്കാം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. വളരെ അനുഗ്രഹീതമായ ചിന്ത നൽകുന്ന ഈ തിരുവചന ചിന്തയിലേക്ക് വളരെ വേഗം വരികയാണ്. വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ എന്ന ഈ പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ പ്രധാനമായിട്ട് ഉദ്ഘോഷിക്കുന്നത്, സംസാരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ ആഗമനമാണ്. ആഗമനം, ക്രിസ്തുവിന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ് സുവിശേഷങ്ങൾ പൂർണ്ണമായിട്ട്. ആഗമനം എന്നുള്ള വിഷയത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഈ സുവിശേഷങ്ങളുടെ പ്രത്യേകത. യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമ്മുടെ രക്ഷകന്റെ ദൗത്യ നിർവഹണം മുഴുവനും ഏതൊക്കെ തലങ്ങളിലായിരിക്കുമെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് സുവിശേഷങ്ങളിലാണ്. അപ്പൊ സുവിശേഷം എന്നുള്ളത് നമ്മുടെ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ ആഗമനം, ഒന്നാമത്തെ ആഗമനം. ആ ഒന്നാമത്തെ ആഗമനത്തെ കുറിച്ച് ആധികാരികമായി പറയുകയും തന്റെ ഒന്നാമത്തെ ആഗമനത്തിൽ തനിക്കുള്ള പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് കൃത്യമായി പറയുന്ന ഭാഗമാണ് സുവിശേഷങ്ങൾ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചാല്, ഇന്ന് അലിയൻ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലൂടെയും ഒരു വിശ്വാസി കടന്നു പോയാലേ ശരിയാകും. എല്ലാം സുഖമായിട്ട് പോയാൽ ശരിയാകത്തില്ല. ചില കഷ്ടനഷ്ടങ്ങളുടെ, ഇല്ലായ്മകളുടെ,
ശോധനകളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആകെ തുക നമുക്ക് അറിയാൻ കഴിയും. അതൊരു ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്. അതിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. എപ്പോഴും അല്ല, ചരിത്ര സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാധു സുന്ദർ സിംഗിന്റെ സാക്ഷ്യം, സാധു സുന്ദർ സിംഗിന്റെ ഫിലിമൊക്കെ വളരെ ഞങ്ങളുടെയൊക്കെ കൊച്ചു പ്രായത്തിലെ നമ്മുടെ കമ്മട്ട് ഗ്രാമത്തിലൊക്കെ ഇഷ്ടംപോലെ ആവർത്തിച്ച് ഫിലിം കാണിച്ചിട്ടുള്ള സാധു സുന്ദർ സിംഗിന്റെ. അപ്പൊ സാധു സുന്ദർ സിംഗിന്റെ ചരിത്രം ഒരിക്കൽ കൂടി കേട്ടപ്പോ അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയതിന്റെ കാരണവും ആ വിശ്വാസത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുപോകുന്നതിന്റെ കാരണവും ഒക്കെ മാത്രമല്ല, അത് കാണുമ്പോ അനന്തരമായി താൻ കടന്നുപോയ ഏറ്റവും ഭയാനകമായ പ്രതിസന്ധി, ആ പ്രതിസന്ധികളിലും ദൈവം എങ്ങനെയാണ് കൂടെ ഇരുന്നത് എന്ന് അവരൊക്കെ ജീവിച്ചിരുന്ന സാക്ഷികളായിരുന്നു. ഇന്ന് ലോകത്തിൽ നിന്നേ ഉള്ളൂ. ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ വിശ്വാസത്തിന്റെ ആകത്തുക നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നമ്മൾ ഈ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് വരാം. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാധന എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ കുറിച്ച് ചെറിയ സമയം ചിന്തിക്കാൻ ആഗ്രഹിക്കും. ആരാധന എന്നത് മനുഷ്യന് അന്യമായ ഒരു പദമല്ല. ആരാധന എന്നത് സകല ആളുകൾക്ക് ഒരുപോലെ അറിയാവുന്ന ഒരു പദമാണ്. എന്താണ് ആരാധന? അപ്പൊ ആരാധന എന്താണെന്ന് ചോദിച്ചാൽ സകല ആൾക്കും പറയാൻ വ്യത്യസ്തമായ മറുപടിയാണുള്ളത്. എന്നാൽ ആരാധന എന്താണെന്ന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞാൽ പറയുന്ന ഒറ്റ കാര്യം, ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്രശിരസ്കരായി ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നതാണ് ആരാധന. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവനുള്ള സത്യദൈവത്തിന്റെ മുമ്പാകെ അടുത്തു വന്നിട്ട് ഞാൻ ഒന്നുമില്ലേ എന്ന് ആര് ഹൃദയംഗമായി സമ്മതിക്കുമോ അതാണ് ആരാധന. ഈ ആരാധനയില് ഈ പ്രൗഢി കാണിക്കാനൊന്നും ആർക്കും അനുവാദമില്ല. ആരാധനയിൽ മിടുക്ക് കാണിക്കാൻ ആർക്കും അനുവാദമില്ല. ആരാധനയിൽ ഞാൻ എന്ന ഭാവം കാണിക്കാൻ ആർക്കൊന്നുമില്ല. ആരാധനയിൽ എല്ലാവരും ഒന്നാണ്. ഞാൻ പറയുന്നത് ഈ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആരാധനയിൽ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ പെന്തക്കോസ്ത് കോളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആത്മീയത്തിന്റെ പേര് ഭയങ്കരമാണെങ്കിലും ജീവിതത്തിൽ ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ഇന്നും കുടുങ്ങിക്കിടക്കുന്ന സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. ഇല്ലേ? വർഗീയത എന്ന് പറഞ്ഞാലും അത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായി മാറിപ്പോയി. പിന്നെ വേർതിർത്തി എന്ന് പറഞ്ഞാലോ അത് ഭയങ്കരമായി പോയി. പക്ഷെ ജീവിതത്തിൽ ആരാധനയുടെ മുമ്പാകെ മനുഷ്യനെന്ന് കണ്ടുകൊണ്ട് സകല ആളുകൾ ഒരുപോലെ വന്ന് നമ്രശിരസ്കരായി നിൽക്കേണ്ട ഒരു സ്ഥലമാണ് ആരാധന. ഇനി ആരാധന രണ്ട് പദപ്രയോഗം പറയാം. ഒന്ന് ലാട്രിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. പ്രോസ്ക്യൂനിയോ എന്ന് പറയുന്ന പരപ്രായ പദം, ഗ്രീക്ക് പദം. രണ്ട് ഗ്രീക്ക് പദങ്ങൾ, രണ്ട് പദങ്ങൾക്കും വലിയ അർത്ഥമാണുള്ളത്. ലാട്രിയോ എന്ന പദത്തിന് അർത്ഥം സേവനം എന്നാണ്. പ്രോസ്ക്യൂനിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുനിയുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആരാധന എങ്ങനെയായിരിക്കണം എന്ന് ഈ രണ്ട് പദം പഠിപ്പിക്കുന്നു. ആരാധന ഒരുതരം സേവനമാണ്. ആരാധന ഒരു തരമല്ല. ആരാധനയിൽ മാറ്റമില്ലാത്ത ഒന്ന് കുനിയുക അല്ലെങ്കിൽ നമസ്കരിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറയോ, ഒരു മനുഷ്യൻ ഒരുവന്റെ മുമ്പാകെ തല കുനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മറ്റൊരു രാജ്യക്കാരന്റെ മുമ്പാകെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു രാജ്യക്കാരൻ യുദ്ധസമയത്ത് ഒരുത്തനെ അയൽപ്പക്കത്തെ രാജ്യക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ട് കൈയും ഇങ്ങനെ വിളിച്ചു നിൽക്കും. അവന്റെ ആയുധങ്ങൾ താഴെയിടും. ഞാൻ ഒന്നുമില്ല, ഞാൻ കീഴടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കുനിയുക നമസ്കരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്ന് അറിയാമോ? ഞാൻ ഒന്നുമില്ലേ, ഞാൻ നമ്മുടെ പാദപീഠത്തിൽ എന്നെ തന്നെ നമ്മളെ ശിരസ്കരായി തരുന്നു. അതിന്റെ ഒരു കൃത്യമായ ഒരു പദം ഞാൻ പറയാം. തോമസ് പറഞ്ഞു, തോമസിനോട് ഞങ്ങൾ യേശുവിനെ കണ്ടു. തോമസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. കാരണം അത്ര
അത്ര ഭയാനകമായ അന്തരീക്ഷത്തിൽ കഥനമായ കനത്ത കാവൽ വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന കല്ലറയാണ് യേശു കിടക്കുന്നത്. അവന്റെ ഡെഡ് ബോഡി കിടക്കുന്നത്. അവിടെ ഇന്ത്യയിൽ മുദ്ര വെച്ചിട്ടുണ്ട്. കുസ്റ്റോഡിയ പട്ടാളം കാവൽ നിൽക്കുകയാണ്. ഒരു കാരണവശാലും അവൻ ഉയർക്കാൻ സാധ്യമല്ല. പക്ഷെ ഉയർപ്പ് കണ്ട സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ അവൻ ഉയർത്തതായി കണ്ടു. തോമസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും അറിയാം. പിന്നെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കണം, വിശ്വസിക്കാം. അവന്റെ വിലാപ്പുറത്ത്, അവന്റെ മുറിവിൽ എന്റെ വിരലിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഏറ്റവും ഒടുവിലെ കാര്യം പറയാം. യേശു തന്റെ അടുക്കൽ വന്നു, ഇതാ എന്റെ മുറിവ്, എന്റെ വിലാപ്പുറത്ത്, നീ നിന്റെ കരങ്ങൾ ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോ അവൻ കരങ്ങളിട്ട് വിശ്വസിക്കല്ല, കുനിഞ്ഞു നമസ്കരിച്ചു. വീടുപോയി, അവൻ അവിടെ വീടുപോയി. രാഷ്ട്രീയ സേവനം എന്ന് പറഞ്ഞാൽ ആരാധനയെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല. ആരാധനയെ സംബന്ധിച്ച് എബ്രായ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാളടുക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും നിങ്ങൾ ചെയ്താൽ മതി. ശരിയാണോ? നാളെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി, ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. അല്ല, നാളടുക്കുന്നത് കൊണ്ട് അധികമായി നിങ്ങൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിനും നിന്റെ സാഹചര്യത്തിനും നിന്റെ സന്ദർഭത്തിനും നിന്റെ അനുഭവങ്ങൾക്ക് മാത്രം മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. ആയുസ്സുണ്ടെങ്കിൽ, അവൻ ആരോഗ്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ദൈവമായ കൊടുക്കേണ്ട ഒന്നാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ ഈ ദിവസങ്ങളില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറെ സമയങ്ങളൊക്കെ വേർതിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പകലൊക്കെ ഇരുന്ന് വായിക്കും, ഒരു പക്ഷെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ രാത്രിയുടെ ഒരു നല്ല സമയം ഞാൻ പഠനത്തിന് വേണ്ടി കുറെ സമയം എടുത്തിട്ടാണ്. അത് കഴിഞ്ഞാൽ കുറെ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഞാൻ പറഞ്ഞ നമ്മുടെ ആരാധന എന്ന് പറഞ്ഞ സൺഡേ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ജീവിതത്തിൽ എപ്പോഴും ആരാധിക്കാൻ കഴിയും. ഇവിടെ ആരാധന എന്നുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞു, ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്. ഇനി അടുത്തത്, എവിടെ ആരാധിക്കണം, എവിടെയാണ് ആരാധിക്കേണ്ടത്, ആരാധിക്കണം, ആരെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, നമ്മൾ അറിയണം. ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരായ ദൈവമക്കളോട് പറയുന്നു, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ആരാധന ശരിയായത്. എങ്ങനെയാ നമ്മുടെ ആരാധനയുടെ അളവുകോൽ അനുസരിച്ച് ഇന്ന് ആരാധന പല ഭയങ്കര വിടുതലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറയുന്ന എപ്പോഴാണെന്നറിയാമോ? ഞാൻ പറയാം, നിങ്ങൾ പറയണ്ട. കീബോർഡിന്റെ ഋതുവൊക്കെ അങ്ങ് കൂട്ടിയിട്ട് എല്ലാരും കൈയടിച്ചൊന്ന് തിമിർത്തൊന്ന് ആടി, എല്ലാരും ഒന്ന് ചാടി, എല്ലാരും ഒരു ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തിൽ പറയും, ഇന്ന് ഏതായാലും ഒരു അടിപൊളി ആരാധനയാണ്. ഇപ്പൊ പുതിയൊരു വാക്കുകളുണ്ട്, അടാർ ആരാധനയായിരുന്നു. അടാർ എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ വന്നിട്ടുണ്ട്. അടാർ ആയിരുന്നു ആരാധന. പിന്നെ അടിപൊളി ആരാധന. പക്ഷെ അതാണോ ആരാധന? അല്ല. ആരാധന ദൈവപ്രസാദം ഉണ്ടായെന്ന് അടുത്തിരിക്കുന്നയാൾ പറയുകയല്ല, മൈക്രോഫോണിലൂടെ പാസ്റ്റർ പറയുകയല്ല. ആരാധന ദൈവം എന്റെ മനുഷ്യരത്തിൽ ഇറങ്ങിയെന്ന് നീ പറയണം. ആട്ടുകല്ല് കാറ്റ് പിടിച്ചതുപോലെ ഇരുന്നാലൊന്നും നമുക്കത് അനുഭവിക്കാൻ പറ്റുകയല്ല. കൊച്ചു കുഞ്ഞാണെങ്കിലും വലിയ കുഞ്ഞാണെങ്കിലും എല്ലാവരും നമ്മൾ ഇപ്പൊ ആരാധിക്കാൻ ഇപ്പോൾ തന്നെ വ്യത്യസ്തമായ മണ്ഡലത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങ് പോകും, വ്യത്യസ്തമായ മണ്ഡലത്തിലേക്ക് പോകും. ഈ സത്യം അറിയണം, ആരാധനയ്ക്ക് ഒരു ആത്മമണ്ഡലം ഉണ്ടെന്ന് അറിയണം. അവിടെയാണ് അറിയാം. ആരാധനയ്ക്ക് എന്തുണ്ട്? ആത്മമണ്ഡലം. നമുക്ക് ആരാധന അറിയാം, കാരണം രാവിലെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, 3 പാട്ട് പാടുന്നു, അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ പേര് പ്രാർത്ഥിക്കുകയോ, ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പിന്നെ നിർത്തുകയില്ല. അങ്ങനെ ഇവിടെ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉൽപ്പത്തി തുടങ്ങി, വെളിപ്പാട് വന്നിട്ട് പിന്നെ അതുമില്ല, ഇനി ഇപ്പോഴത്തെ ഈ ഭാരതീയ ഗ്രന്ഥങ്ങൾ കൂടി പ്രാർത്ഥിച്ചു കഴിയും. അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥന. ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, പറയാൻ വേണ്ടി പോവാ. ആരാധനയ്ക്ക് ഒരു രീതിയുണ്ട്. ആരാധനയ്ക്ക് സത്യത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈ വേറെ ഒരു വിഷയം പറയാൻ പാടില്ലെന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ നിന്റെ വല്ല ചൊറിച്ചിലോ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പിന്നെ പുള്ളി ചോദിച്ചു, ഇന്നലെ ചൊറിച്ചിൽ വല്ലതും ഉണ്ടായിരുന്നോ?
ചോദിക്കാൻ. പിന്നെ പുള്ളി ചോദിച്ചു ചൊറിച്ചിലൊന്നും ഇല്ലായിരുന്നു. അന്നേരം പുള്ളിക്കാരൻ ചൊറിച്ചിലുണ്ടായിരുന്നു. അവൻ ചൊറിച്ചിലുണ്ടെന്നല്ല പറഞ്ഞു, മുഖത്തെ ചൊറിച്ചില്ല. അയ്യോ അത് പറഞ്ഞു ഒരാട്ടോ ഞാൻ ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ ദൂത് അവർക്ക് ആത്മീയ വർധന വരുത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് വരുത്തിയിട്ടില്ല. ഞാനിപ്പോ ആമോസിന്റെ നോക്കിയിട്ട് പറയാണ്, ഒരു ഭൂതമുണ്ട് കേട്ടോ, വല്ലാത്തൊരു പോരാട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഡൗൺ ആവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഡൗൺ ആവും. ഇനി വിളിക്കാവുന്നവരെല്ലാവരും വിളിച്ച് ചോദിക്കും, പ്രാർത്ഥിക്കാവുന്ന ഉപദേശിമാരോട് എല്ലാം പ്രാർത്ഥിക്കും. അതേസമയം നമുക്കതൊരു വിഷയമല്ല. ആത്മീയ വർധന വരുന്ന കാര്യമാണെങ്കിലോ ഇതൊന്നും പറയരുതെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവമക്കൾ, അതായത് നമുക്കത് പിടികിട്ടുള്ളൂ. കാരണം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ സംഭവങ്ങളാണ്. ആത്മീയ വർധനവിനുള്ള കാര്യമാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആരാധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ഇത് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവമൈതരെ ആത്മനിറവോടെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ഒരു ഭക്തനെ സംബന്ധിച്ച് അവനെ ഭീതിപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്നതല്ല, ആരാധനയിൽ അവന്റെ മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കേണ്ടത് പിശാചും പൈശാചിക മണ്ഡലവും ആഭിചാരവും ലക്ഷണവിദ്യയും നേർച്ചയാഴ്ചയുമല്ല. അവന്റെ മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കേണ്ടത് യേശു ക്രിസ്തുവും അവരുടെ ക്രൂശുമരണമായിരിക്കണം. ആരാധനയ്ക്ക് പാടേണ്ട പാട്ടും നമ്മൾ എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കണം. ഏത് പാട്ട് പാടിയാൽ ഇപ്പൊ തുള്ളാൻ പറ്റുന്ന ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. അതൊന്നും ആരാധനയ്ക്ക് പാടേണ്ട പാടില്ല. പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം. പിതാവിന്റെ ഇഷ്ടം തന്റെ പുത്രനെ ഉയർത്തണം. അപ്പൊ ആരാധന എന്താ ഉണ്ടാകേണ്ടത്? പുത്രനെ ഉയർത്തുന്നതേ പാടാവുള്ളൂ. കർത്താവിന് പ്രസാദമുള്ള പാട്ടെന്ന് പറയുന്ന തന്റെ പുത്രൻ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. വാനിലും ഭൂമിയിലും മേലായ നാമം വന്ദിതവല്ലഭ നാമമത് ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത് ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത് യേശുവിന്റെ തിരുനാമത്തിൻ ഇന്നുമെന്നും സ്തുതി സ്തോത്രം. അവിടെയാണ് പിതാവിന്റെ പ്രസാദം. പുത്രനെ നമ്മുടെ ആരാധന എത്രത്തോളം ഉയർത്തുമോ അത്രത്തോളം യേശു. ആരാധന വരുമ്പോൾ നമ്മുടെ തലവേദന മുമ്പിൽ നിൽക്കരുത്. ആരാധന വരുമ്പോൾ നമ്മുടെ ശരീരവേദന മുമ്പിൽ നിൽക്കരുത്. ആരാധന വരുമ്പോൾ നമ്മുടെ ഇല്ലായ്മ മുമ്പിൽ നിൽക്കരുത്. ആരാധന വരുമ്പോൾ നമ്മുടെ പേഴ്സ്, കാലിയായ പേഴ്സ് മുമ്പിൽ കാണരുത്. ആരാധന വരുമ്പോൾ ഇല്ലായ്മകളല്ല കാണേണ്ടത്. ആരാധനയിൽ വരുമ്പോൾ അവ എനിക്ക് വേണ്ടി കാലുകളുടെ കൊലക്കളത്തിൽ പിടഞ്ഞു വരച്ച യേശുവിനെ എപ്പോഴും ഉയർത്ത്. ആരാധന പുത്രനെ ഉയർത്തുന്നതാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശു കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ. പിതാവിന്റെ സന്തോഷം അത്ര ഭയങ്കരമായിരിക്കും. ഞാൻ പറഞ്ഞ ഈ കൊച്ചുകൂട്ടത്തിൽ പിതാവിന്റെ ആഗ്രഹം എന്റെ പുത്രനെ എത്രത്തോളം ഉയർത്തുന്നു. നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മളൊന്ന് കൃത്യമായി വിലയിരുത്തി നോക്ക്. പുത്രനെ ഉയർത്താൻ എത്രമാത്രം സമയമെടുക്കുന്നുണ്ട്. പ്രവചനം പറഞ്ഞും ദൂത് പറഞ്ഞും നമ്മെ വെളിപ്പാട് പറഞ്ഞും സമയമാരാധന കളയുമ്പോ പുത്രനെ നമ്മൾ മറക്കുകയാണ്. ഫ്ലൈറ്റ് കണ്ടും വിദേശം കണ്ടും ലഭിക്കാൻ പോകുന്ന നന്മ കണ്ടും പുതിയ വീടിനെ കുറിച്ചും പറഞ്ഞ് ആളുകളെ ഇക്കിൽപ്പെടുത്തുമ്പോ പുത്രൻ അന്യനായി പോകുകയാണ്. പിതാവിന്റെ ആഗ്രഹം പിതാവിന്റെ ആഗ്രഹം ഇങ്ങോട്ട് നോക്കുന്നേ. പിതാവിന്റെ ആഗ്രഹം ഞാൻ ഉപദേശത്തിന് തെറ്റല്ല പറഞ്ഞു. അങ്ങനെ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം. ഉപദേശം തെറ്റല്ല പറയുന്നത്. പിതാവിന്റെ ആഗ്രഹം പുത്രനെ എപ്പോഴും ഉയർത്തണം. പുത്രനെ 7 പടി താഴ്ച ഉണ്ടായിരുന്നു. ആ 7 പടി താഴ്ത്തിയതും പിതാവ്, 7 പടി താണുപോയ പുത്രനെ 7 പടി ഉയർത്തിയതും പിതാവ്. സകല നാമത്തിനും യേശുവിന്റെ ജനനം ആരാധനയാണ്. യേശു ജനിച്ചു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന സംഭവം യേശുവിന്റെ ജനനത്തിങ്കൽ വിളിച്ചു പറഞ്ഞ കാര്യമാണ്.
വായിക്കുന്നത്. വിദ്വാൻമാർ ആ കാര്യം അറിഞ്ഞു. അവർ യേശു ജനിച്ചത് അറിഞ്ഞിട്ട് അവിടേക്കുള്ള പ്രയാണമാണ്, യാത്രയാണ്. അവിടേക്ക് അവർ യാത്ര ചെയ്തു പോവാ. പിറവി കാണാൻ കടന്നു പോവുകയാണ്. പിറവി കാണാൻ കടന്നു പോകുന്ന വിദ്വാൻമാർ വഴിയൊക്കെ തെറ്റിയത് ശരിയാ, സ്വീകരിക്കുന്നില്ല. വഴി തെറ്റി. അവർ വഴി തെറ്റിപ്പോയത് ഹെരോദാവിന്റെ വീട്ടിലാണ്. ഹെരോദാവിന്റെ അവിടെ ചെന്നപ്പം ഹെരോദാവിന് ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അങ്ങനെ ആരോ ജനിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജനിക്കപ്പെട്ട വ്യക്തി ചെറുതല്ല. ആ ജനിച്ചവൻ അങ്ങനെ ഉയർന്നു വന്നാൽ എന്റെ സിംഹാസനം പോകും. കണ്ടോ, പോകേണ്ട വഴിയിലൂടെ പോകാതെ വന്നതുകൊണ്ട്, ചെല്ലേണ്ട സ്ഥലത്തേക്ക് ചെല്ലാതെ പോയത് കൊണ്ട്, കേറേണ്ട സ്ഥലത്ത് കേറാതെ പോയത് കൊണ്ട്, സത്യത്തിൽ പറഞ്ഞാൽ വിദ്വാൻമാർ ആദ്യം ചെന്ന സ്ഥലം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അവരാ സന്ദേശത്തോടെ പറയുകയാണ്. അപ്പം മുതൽ ഈ മനുഷ്യൻ അന്വേഷണം തുടങ്ങി. ആ നിമിഷം മുതൽ അന്വേഷണം തുടങ്ങി. അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ജനിച്ചെന്ന് കണ്ടെത്തണം. എവിടെയാണ് ജനിച്ചത്? അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഉന്നതന്മാരായ ആളുകളോട് പറഞ്ഞപ്പോൾ അവർ വായിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ശരിയാണ്, ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്, ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന് വിചാരമുണ്ടായി, എങ്ങനെയും അവന് വകവരുത്തണം, സിംഹാസനം പോകാൻ പാടില്ല. ഏതായാലും രാജാവ് ഒരു വലിയ ബുദ്ധിമാനായ മനുഷ്യനായതുകൊണ്ട് അവൻ പറഞ്ഞ കാര്യം നമുക്കറിയാം, സ്വീകരിക്കുന്നില്ല. അവൻ പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യാൻ, ഞാനിപ്പോ ഒരുങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് വരാനൊക്കെ ആഗ്രഹമുണ്ട്, ഞാനിപ്പോ വരുന്നൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് ഇതുവഴി തന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ മതി, ഞാനും പോയി നമസ്കരിച്ചോളാം. സത്യത്തിൽ ഈ പറഞ്ഞത് ആരാധിക്കാൻ കൊതിയുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. ഈ ആരാധ്യ പുരുഷനെ കണ്ടിട്ട് അവിടുന്ന് വണങ്ങാൻ കൊതി കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ തിരിച്ചത് വഴി വരുമ്പോ അവൻ എവിടെയാണെന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനാണ്, അല്ലേ? ലൊക്കേഷൻ മാപ്പ് കൊടുക്കാനാണ്, ലൊക്കേഷൻ കൊടുക്കാനാ പറഞ്ഞത്. പക്ഷെ അവര് ലൊക്കേഷൻ കൊടുത്തില്ല. അതിന് കാരണം പറയാം, കണ്ടപ്പോൾ അവരെ വഴിമാറ്റി. സത്യം കേൾക്കണേ, കാണാൻ പോയപ്പോ തെറ്റിയെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ നേരെയാക്കി. ഞാൻ പറയുന്നത്, ഈ പുറത്ത് നിൽക്കുമ്പോഴാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തെറ്റിപ്പോകുന്നത്. പക്ഷേ അകത്തോട്ട് വന്ന് ഇതൊന്ന് കാണാൻ തയ്യാറായാൽ, അനുഭവിക്കാൻ തയ്യാറായാൽ നേരെയുള്ള വഴിയിലൂടെ പോകും, നേരെയുള്ള വഴിയിലൂടെ പോകും. ഇതിനെ കണ്ടിട്ട്, ഈ ആരാധ്യപുരുഷനെ കണ്ടിട്ട് ആരും വഴിമാറിപ്പോയിട്ടില്ല. അവരെല്ലാവരും നേരെയുള്ള വഴിയിലൂടെയാണ് പോയത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ ബഹുമാനത്തോടെ പറയാം, വളരെ പ്രാർത്ഥനയോടെ പറയാം, നേരെയുള്ള വഴിയിലൂടെ പോകണമെങ്കിൽ കാണേണ്ടവരെ കാണണം. അവർ ചെന്നു കണ്ടു, അതെഴുതിയിരിക്കുന്നത്. അവർ ചെന്നു കണ്ടു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. ഇനിയുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. പെട്ടെന്ന് നിർത്താം. കണ്ടു, വീണു, അവരെ നമസ്കരിച്ചു. യേശു കർത്താവ് ആരാണെന്ന് അവിടെ ഒരു പദപ്രയോഗം പറയുന്നുള്ളൂ. വീണു, അവനെ നമസ്കരിച്ചു. നമസ്കരിക്കാൻ പലരും ഉണ്ടാകാം, പക്ഷെ വീണു, അവൻ നമസ്കരിച്ചു. അതിന്റെ അർത്ഥം ആരാധിച്ചു. പിന്നെ അടുത്തത് അവിടെ വെച്ച കാര്യമാണ് പറയുന്നത്. നിക്ഷേപപാത്രങ്ങളെ തുറന്നു, പൊന്നും കുന്തിരിക്കവും മൂരും അവർ കാഴ്ചവെച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, സ്വത്രകാഴ്ചയെ കുറിച്ചും ദശാംശത്തെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. സത്യത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോ എങ്ങനെയാണ് പോകേണ്ടത്? ആരാധനയ്ക്ക് പോകുമ്പോ ഇന്ന് ബൈബിൾ എടുക്കാതെ പോകുന്ന ആഗ്രഹമുണ്ട്. കാരണം മൊബൈലുണ്ടെങ്കിൽ കാര്യം നടക്കും. ആപ്പ് കയറ്റിയിട്ടാ മതി, അത് പിന്നീട് ആപ്പാകും. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് പോകുമ്പോ ആരാധനയ്ക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ചെന്ന് തുറന്നു വെക്കാൻ കഴിയുന്ന ഒരു നിക്ഷേപ പാത്രം നമുക്ക് വേണം. ആരാധന ഒന്ന് ചേഷ്ടകളല്ല, ആരാധന അഭിനയമല്ല, ആരാധന അഭിനിവേശമല്ല.
ആരാധനയ്ക്ക് അഭിനയിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് അല്ലേ? വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, കരയുന്നത് പോലെ കാണിക്കാൻ, വല്ലാത്ത ഇമോഷണലായതൊക്കെ കാണിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. സംഭവിക്കാം, പക്ഷെ സ്വാഭാവികമായി സംഭവിക്കട്ടെ. മറ്റുള്ളവരുടെ നടുവിൽ നാട്യമായിട്ട് ആരാധന കാണിക്കരുത്. ആരാധന എപ്പോഴും അത് പുറത്തുനിന്ന് വരുന്നതല്ല, ആരാധന ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പുറത്തുനിന്ന് വരുന്ന ആരാധനയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇമോഷണൽ ഉണ്ടാക്കാം, ചേഷ്ടകൾ കാണിക്കാം. പക്ഷെ ആരാധന ഒരുത്തന്റെ അകത്തുനിന്ന് വരുക, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പൊ ആരാധന എന്തെന്നറിയാമോ? ആരാധന അകത്തുനിന്ന് ഈ ആളുകളെ കൊണ്ട് കൂടെ കൂടെ സ്വന്തം പറയിപ്പിക്കുന്നവരും ഇവിടെ അങ്ങനെ ഉണ്ടാകാം, എവിടെ കാണും. അതൊന്നും എതിരല്ല ഞാൻ. കൂടെ കൂടെ സ്വത്രം ഇപ്പൊ ആളുകൾ ഇങ്ങനെ മിണ്ടാതെ ഉറക്കുന്നു കല്ലേരിയ പറഞ്ഞാട്ടെ. ഈ തമിഴ്നാട്ടിൽ ചെന്ന ഒന്ന് പോടലാം എന്ന് പറയും. അപ്പൊ ഒരു മോഡൽ പോടും, പിന്നെ പോടല എന്ന് പറയും. അപ്പൊ 2, 3, 4 പോടല് നടത്തിയാലേ അവിടെ നടക്കുള്ളൂ. പക്ഷെ അങ്ങനെ പോടണ്ട. നിങ്ങൾ പോടണമെങ്കിൽ അകത്തുനിന്ന് തന്നെ വരണം. ശരിയാക്കത്തില്ലേ? ഞാൻ ഈ കുറെ നാൾ മുമ്പ് എന്റെ ഫാദർ ഞങ്ങളെല്ലാം ഒരേ സമയം ശുശ്രൂഷകന്മാര്. ഫാദറിന്റെ തത്വപരിശ തന്നെ ഞാനും പാസ്സായിട്ടുണ്ട്, അനിയനും തത്വപരിശ പാസ്സായിട്ടുണ്ട്. അത് 1990 ഞാൻ പതിനെ പഠിക്കാൻ പോകും. 90 ശേഷം ഞാൻ തത്വപരിശ പാസ്സായത്. അങ്ങനെ തത്വപരിശ പാസ്സായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ നെടുങ്കണ്ടത്ത് കൽക്കുന്നൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇരുന്നു. ഞാനും നമ്മുടെ നെടുങ്കണ്ടത്തിലുള്ള മനു എന്ന് പറഞ്ഞ പാസ്, ഞങ്ങൾ 2 പേര് കല്യാണം കഴിക്കാത്തതോടെ ഞങ്ങൾ 2 പേര് ഒരു സഭയിലെ പാസ്മാരാണ്. ഇങ്ങനെ ഇരിക്കും, ബാച്ചിലേഴ്സ് 2 പേരെ ആക്കി. അവിടെ ഞങ്ങൾക്ക് ഒരു സഹായിയായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അതാണ് വലിയ കാര്യം. ഞങ്ങളുടെ അമ്മച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചന്തയായാലും കൊള്ളാം, പള്ളിയാണേലും കൊള്ളാം, ഏത് സ്ഥലമായാലും കൊള്ളാം, ഉപദേശിമാരുടെ നെല്ല് കണ്ടാൽ ഉറക്ക കൈവിട്ട് നല്ലെന്ന് പറയും. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പക്കാരുടെ മീശയൊക്കെ ഗുരുത്വം എന്തേ ഉള്ളൂ. അന്നേരം നേരത്തെ അങ്ങ് ഇറങ്ങിയായി, സുശേഷനൊക്കെ ഇറങ്ങിയായി. അപ്പൊ നെടുങ്കണ്ടം ചന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച നെടുങ്കണ്ടത്തിന്റെ ദിവസമാണ്. നെടുങ്കണ്ടം ചന്ത ഇഷ്ടംപോലെ ആള് വരും. ഞങ്ങൾ ഈ ആരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന എല്ലാവരും വല്ലതൊക്കെ മേടിക്കുന്ന ആളുകളെ. അപ്പൊ നെടുങ്കണ്ടം ചന്തയിൽ പോയി സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പമ്മി അതിൽ എഴുപ്പഴായിരിക്കും. അമ്മച്ചി അതിൽ എവിടെയും കുറെ പച്ചക്കറിയൊക്കെ മേടിച്ചു ഞങ്ങളെ കാണുന്നത്. വാസുമാരെ ഹല്ലേലൂയാന്ന് പറയും. അന്നൊക്കെ ഇച്ചിരി നാണക്കേടുണ്ടായിരുന്നു, കാരണം ചെറുപ്പക്കാർ. ഇപ്പോഴല്ലേ നമുക്ക് അതെല്ലാം മാറിയത്. അപ്പം ഈ ആരാധനയ്ക്ക് കോട് തന്നെ പറയുന്നത് അകത്തുനിന്ന് ഒഴുകുന്ന ആരാധനയ്ക്കുണ്ടല്ലോ, അറിയാതെ വന്നു പോകും. അറിയാതെ വന്നു. ചില പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പം അറിയാതെ വന്നു. പണ്ടത്തെ പഴയ ഒരു ചിന്ത അറിയാം. ചെരുപ്പ് കിട്ടിയാലും കുട കിട്ടിയാലും ഇന്ത്യയിലും അന്നേടിയാന്ന് പറഞ്ഞ അപ്പച്ചനെ കുറിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അത് വിശദീകരിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാധന അകത്തുനിന്ന് വരേണ്ടതാണ്, അത് ചേഷ്ടകളല്ല. നിക്ഷേപ പാത്രങ്ങൾ തുറക്കണം. അവിടെ വന്നു. ഒന്ന് യേശുവിന്റെ സ്ഥാനമാണ്. ആരാധ്യന് സ്ഥാനമുള്ളവനാണ്, മാനമുള്ളവനാണ്, കഴിവുള്ളവനാണ്. എന്താണ് ആരാധ്യന്റെ സ്ഥാനം? ഒന്ന് പൊന്ന് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നവൻ ആരെന്ന് അറിയാമോ? അവൻ രാജാവാണ്. ഇത് കേട്ടോണം. നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ വാടിയ മുഖത്തോടെ പോകാതിരിക്കണമെങ്കിൽ ആരെ ആരാധിച്ചിട്ടാ പോകുന്നത് ബോധ്യം വേണം. ദൈവം വലിയ അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. ചെറിയ കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു ഭക്തരെ പട്ടിണിക്കിടുന്നവനല്ല ദൈവം. ജീവിതത്തിൽ ഒരു കുടുംബത്തെ ഇല്ലായി വരുത്തുന്നവനല്ല ദൈവം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളുടെ പുറകെ പോകണ്ട. ഇന്ന് ആരാധിക്കുമ്പോൾ വിശ്വസിക്കണം, ഞാൻ ഇന്ന് സ്തോത്രം പാടിയവനാണെന്നറിയാം. അവൻ രാജാവാണ്. രാജാവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല. എല്ലാ അധികാരവും അവന്റെ കയ്യിലാണ്. രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്ക് തിരിക്കുന്നത് പോലെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രാജാവാണ്. ഈ രാജാവിന്റെ ഹൃദയം എല്ലാ സ്ഥലത്തേക്ക് തിരിക്കാൻ ശക്തനാണ്. കരയുന്ന ഒരുത്തനെ അവനറിയാം. ഒരു ഉദാഹരണം പറയാം. യേശു കയറി വരിക, ആലയത്തിലേക്ക് വരിക. ആലയത്തിലേക്ക് വരുമ്പം ഇതുപോലെ സ്തോത്രകാഴ്ച പാത്രം വെച്ച് സ്തോത്രകാഴ്ച എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ കൈകിട്ട് നിൽക്കുക. താനും അവിടുത്തെ ഒരു മെമ്പറാണ്. സിനഗോഗിലെ മെമ്പറായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോ എല്ലാവരും ഒന്ന് ഇടുക. നമ്മൾ പുറമെയാണ് നോക്കുന്നത്, യേശു അകമയാണ് നോക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്താണ്? യേശുവിന് എപ്പോഴും ഈ അകം കാണുന്നതാണ് ഇഷ്ടം. അവൻ നമുക്കെപ്പോഴും ഈ പുറമെയുള്ള മോടിയാണ് ഇഷ്ടം.
അതല്ലേ ആളുകളുടെ ഒരു സന്തോഷം. ആളുകൾക്ക് ഈ പുറമോടിയാണ് ഇഷ്ടം. യേശു അതും കാണുന്നു. അപ്പൊ ഒരു സ്ത്രീ കൊണ്ട് നിട്ടപ്പം കർത്താവ് തന്നെ പറഞ്ഞു, ഉപജീവനം മുഴുവനും വിട്ടു. ഉപജീവനം മുഴുവനും വിട്ടു. അയ്യോ, ധനവാന്മാരാകുന്ന ആളുകളൊക്കെ കൊണ്ടിട്ടപ്പോ കർത്താവ് പറഞ്ഞില്ല. ഒരു ദരിദ്രയായ സ്ത്രീ കൊണ്ടിട്ടപ്പോ പറഞ്ഞു ഉപജീവനം മുഴുവനും വിട്ടു. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? ഇനി ബാലൻസ് ഒന്നുമില്ല. ബാലൻസ് ഇല്ല. അവരുടെ കയ്യിലും പോക്കറ്റിലും പേഴ്സിലും അവള് ചുറ്റി പിടിച്ചതും ബാലൻസ് വെച്ചതും ഏറ്റിരിക്കുന്നതും എല്ലാം കൂടെ എടുത്താൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇട്ടു. അതിട്ട് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു അവൾ ഉപജീവനം മുഴുവനും കേട്ടോ. രാജാവിന്റെ പ്രത്യേകത പറയാം, ഹൃദയം കാണുകയാണ്. ഈ ആരാധന ചിലരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വിട്ടുപോകുന്ന സഭയിലെ ആരാധനയും എല്ലാ ആഴ്ചയും കരഞ്ഞ ആരാധിക്കുന്ന സ്ത്രീ സോറി. ഭർത്താവ് കോവിഡ് കാലത്ത് മരിച്ചു വേണം. കോവിഡ് കാലത്ത് ഭർത്താവ് മരിച്ചുപോയി. ഞാൻ ആ കോവിഡ് കാലത്ത് അവരുടെ പറഞ്ഞ സൂട്ടെല്ലായിട്ട് മാസ്ക് എല്ലാം വെച്ച് ഞാനാണ് അടക്കിയത്. കത്തിച്ചു കളയുക. ആ മരിച്ച സഹോദരി എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച് ചാടി ആരാധിക്കുമോ? പലരും ആരാധനയിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല അവരുടെ വിഷയം. നിറകണ്ണുകളോടെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകി അതിങ്ങനെ തന്റെ തലയിലിട്ടിരിക്കുന്ന ഷോള് നീളമുള്ളത് കൊണ്ട് അതിലേക്ക് ഓരോ തുള്ളി കണ്ണീരും വീണുകൊണ്ടിരിക്കുമ്പോ തുള്ളിച്ചാടി ആരാധിക്കുമ്പോ അതിന്റെ കാരണം എന്നറിയോ? അകത്തൂന്ന് ഒഴുകുന്ന ആരാധനയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന സഹോദരി അടുത്ത ഒരാഴ്ചയിൽ പല കാര്യങ്ങൾ ദൈവത്തിന് ചോദിച്ചിട്ടാണ് പോകുന്നത്. ദൈവം നിറവേറ്റാൻ ശക്തൻ. ഞാൻ പറയുന്നു, നമ്മൾ ആരാധിക്കുന്ന ദൈവം മനെ കാരണം വേദന ഉണ്ടോ? അല്ലെങ്കിൽ കസന. അപ്പൊ ആരാധനയുടെ പ്രത്യേകത രാജാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിശദീകരിക്കുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരാധ്യന്റെ ലക്ഷണം അറിയണം. രണ്ട്, നമ്മുടെ ആരാധ്യൻ രാജാവെന്ന നിലയിൽ അധികാരമുള്ളവനാണ്, അവകാശമുള്ളവനാണ്, സകലവും ദാനം ചെയ്യാൻ കഴിവുള്ളവനാണ്, സകലത്തിന്റെ പേരും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. അടുത്ത കാര്യം ഇവിടെ വായിച്ചത് പറഞ്ഞു നിർത്താവേ. കുന്തിരിക്കം കാഴ്ചവെച്ചു. അത് യേശുവിന്റെ പ്രവാചകൻ എന്ന പദവിയെ കാണിക്കുക. അവനാരാണ്? പ്രവാചകനാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അർത്ഥം അറിയാം. ദൈവത്തിന് ചോദിച്ച് മനസ്സോട് കൊടുക്കുന്നയാളാണ് പ്രവാചകൻ. നമ്മുടെ കർത്താവ് നിരവധി പ്രാപഞ്ചിക വിഷയം പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രവാചകൻ തന്നെയായിരുന്നു. ഭൂമിയിലായിരുന്നപ്പോൾ ഫലം പ്രവാചകൻ പറഞ്ഞു, അതെല്ലാം നിറവേറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം എന്റെ പ്രിയപ്പെട്ടവർ പറയാം, നമ്മുടെ ആരാധ്യന് മറവായതൊന്നുമില്ല. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. ഇന്ന് മകൾ പറയുന്നു, ഏത് രഹസ്യങ്ങളെയും എത്ര കാലം മറച്ചു വെക്കാം എന്ന് വിചാരിച്ചാൽ അതിനൊരു പരിമിതിയുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ, സമയങ്ങൾ കഴിയുമ്പോൾ എന്റെയും നിന്റെയും രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രവാചകനാണ്. നമ്മൾ അവസാനിപ്പിക്കുക. അടുത്ത കാര്യം, മൂര് കാഴ്ചവെച്ചു. കുന്തിരിക്കം അവൻ കുന്തിരിക്കം കാഴ്ചവെച്ചവൻ പുരോഹിതനാണ്. മൂര് അവൻ പ്രവാചകനാണ്. കുന്തിരിക്കത്തെ കുറിച്ച് പറഞ്ഞങ്ങ് നിർത്താം. കുന്തിരിക്കവൻ അവൻ പുരോഹിതൻ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മൂന്ന് കാര്യം പറഞ്ഞു നിർത്താം. ഒന്ന്, ഒരിക്കൽ പ്രത്യക്ഷനായ നിലയിൽ അവൻ നമ്മുടെ നടുവിൽ ഒരു പ്രവാചകനാണെങ്കിൽ, ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്ന നിലയിൽ അവൻ നമുക്ക് വേണ്ടി പുരോഹിതനാണ്. ഇനിയും പ്രത്യക്ഷനാകുന്ന നിലയിൽ അവൻ നമുക്ക് രാജാവ് തന്നെയാണ്. കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. എന്റെ ആരാധനയെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറ. ഞാൻ ആരാധിക്കുന്ന സാധാരണക്കാരനെ അല്ല. എന്റെ ആരാധന പരിധിയില്ലാത്തവനാണ്. എന്റെ ആരാധന ഒരു പ്രത്യേക സ്ഥലം വേണ്ട. അവൻ അവിടേക്ക് ഇറങ്ങി വരുന്നവനാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അവർ ചെയ്ത ഒരു നല്ല കർത്താവ് ഇന്ന് പകൽവേളയിൽ നമ്മുടെ നടുവിലുണ്ട്. അവൻ രാജത്വത്തെ കാണിക്കുന്നു. അവൻ കുന്തിരിക്കം അവൻ പുരോഹിതനാണെന്ന് കാണിക്കുന്നു. മൂര് അവൻ പ്രവാചകൻ
മറ്റൊരുവരെ കണ്ടെത്താൻ കഴിയുകയില്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എല്ലാ കണ്ണുകളും അടച്ച് നമുക്കൊരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത കരമൊന്ന് വെച്ച് നിങ്ങളിൽ ഒരുവരെ പോലെ ഞാൻ നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. കൊടുക്കേണ്ട ആരാധന കൊടുക്കേണ്ടത് പോലെ കൊടുത്ത ഞാൻ എന്റെ ആരാധന എങ്ങനെയുള്ളതെന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കാൻ തുടങ്ങിയാണ്. നിശ്ചയമായി പറയുന്നത് പ്രിയരെ, ഒരു യാഥാർത്ഥ്യം മറക്കരുത്. അവനെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുമ്പോൾ അവന്റെ ആരാധന മണക്കും. നമ്മുടെ ആരാധന ഈ ഷീറ്റിന്റെ അടിയിൽ ഒതുങ്ങേണ്ടതല്ല. ഈ ഷീറ്റിനെ വിട്ട് വായുമണ്ഡലത്തെ വിട്ട് മേഘങ്ങളെ വിട്ട് ആകാശമേഘങ്ങളെ വിട്ട് ഗാലക്സികളെ വിട്ട് സ്വർഗത്തിലെത്തുന്നതാണ് ആരാധന. ഇവിടെ ഇന്ന് മനസ്സ് തുറന്നൊരു കല്ലേരി പറയുമ്പോഴുണ്ടല്ലോ, ഈ ഷീറ്റ് പൊടിച്ചത് പോലെയാണ് അതിന്റെ ശബ്ദത്തെക്കാൾ വേഗതയിൽ, സൂര്യ വെളിച്ചത്തെക്കാൾ വേഗതയിൽ നമ്മുടെ ആരാധനായ ദൈവത്തിനടുക്കൽ സ്തോത്രയാഗം എത്തുമ്പോൾ ആ കലവറയിൽ നിന്നും അനുഗ്രഹം തരുന്നതാണ്. യഥാർത്ഥ ആരാധന ഉണ്ടല്ലോ, അറിഞ്ഞുള്ള ആരാധന ഉണ്ടല്ലോ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ നിന്റെ അടുക്കൽ ഇറക്കുന്നതാണ്. സ്വർഗത്തെ സിംഹാസനമിട്ടിരിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ നിന്റെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്ത് പറയാം പ്രിയരെ, അവൻ ലോകത്തെ ചലിപ്പിക്കുന്ന കരമാ എന്റെ ദൈവത്തിന്റെ കരമെങ്കിൽ ആ കരത്തെ ചലിപ്പിക്കുന്നതാണ് എന്റെ ഇതിന്റെ ആരാധന. ഇന്ന് മുതൽ കരം ചലിച്ചുകൊണ്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ കുറിച്ച്, കരങ്ങൾ കട്ടി ദൈവത്തിന് വെളുക്കുന്നത് ആരാധനയിൽ എന്റെ ദൈവം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കെല്ലാം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം 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 സ്തോത്രം.